റൊട്ടേറ്റ് കൊടുക്കണ്ടേ? എന്നിട്ട് ലൈവ് ഓർഡറിൽ കൊടുക്കാമല്ല, അങ്ങനെയില്ലേ? ലൈവ് ആയിട്ടുണ്ട് ഇപ്പോൾ. താങ്ക്സ് ഫോർ നാളെ വരെ കാണിക്കാം ഇവിടെ അല്ലേ? ഒന്നും വേണ്ട, ആൾക്കാർ അമൃത്രാജ് നമസ്കാരം. അമൃതേ, പ്രത്യേകിച്ച് ഒരു കാര്യത്തിന് വേണ്ടി ഒരു ലൈവ് വന്നതാണ് ഈ നേരത്ത്. അത് ഞാനങ്ങ് തുടങ്ങുകയാണ്. നമ്മുടെ സ്ഥിരം ഫ്രണ്ടല്ലേ അമിത്. അമിത്തിനൊക്കെ എൻ്റെ കാര്യങ്ങൾ അറിയാം. അതുകൊണ്ട് ഞാനേ ഒരു എമർജൻസി ഒരു കാര്യത്തിന് വേണ്ടി വന്നതാണ്. അപ്പോൾ അതങ്ങ് തുടങ്ങാം. അതിനിടയിൽ ഞാൻ ഓരോരുത്തരെ കണ്ടോളാം, കുഴപ്പമില്ല. ഗിരി നമസ്കാരം. പ്രസന്ന നമസ്കാരം. അതായത് ഞാൻ മല്ലിക സുകുമാരനെ കുറിച്ച് സംസാരിച്ചത് ഭയങ്കരമായിട്ട് അവർ തിരിച്ച് അവരുടെ കുറേ ആൾക്കാർ എനിക്ക് വെറും വൃത്തികെട്ട രീതിയിൽ കമൻസ് ഇടുകയാണ്. പക്ഷേ മല്ലിക സുകുമാരൻ എന്നെ പറഞ്ഞതിൽ ജനം മൊത്തം കേട്ടതാണ്. പിന്നെ എൻ്റെ ഈ ലൈവ് പോകുന്നത് എൻ്റെ കൂടെ ഞാൻ മല്ലിക സുകുമാരൻ പറഞ്ഞത് ഇടുന്നുണ്ട്. എന്നാലല്ലേ ഞാൻ പറഞ്ഞിട്ട് അത് സത്യമാണെന്ന് അറിയുള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് സത്യഭാമ ടീച്ചർ ഇത് പറഞ്ഞു എന്നുള്ളതിന് ഒരു ശരി അവിടെ വരും അല്ലേ? അപ്പോൾ അതിലേക്ക് അങ്ങോട്ട് കിടക്കാം. അതായത് അവരുടെ കുറേ സുഹൃത്തുക്കളാണോ ആരാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. കുറേ പേര്, അതിൽ കുറച്ച് പേരുടെ പേരുകൾ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവരുടെ കമൻസും എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ആദ്യമേ തന്നെ ഒരു ഡോക്ടർ ബിപിൻ ബാബു. ഇവനെ ഏത് ഡോക്ടറാ? എൻ്റെ ബിബിൻ എന്നെ നമശിവായെന്ന് അറിയാത്ത ഒരാളാണ് അല്ലേ? എന്നെ അറിയാത്ത ബിബിൻ എന്തിനാ ഇങ്ങനെ അനാവശ്യം പറയുന്നത്? നിങ്ങൾ മല്ലിക സുകുമാരൻ്റെ ആളായിരിക്കാം, അതെനിക്ക് വിഷയമല്ല. എന്നെ അവർ പറഞ്ഞു, ഞാൻ തിരിച്ചു പറഞ്ഞു. വേണ്ടേ? ബിബിനാണെങ്കിൽ പറയുമോ തിരിച്ച്? ഒരാൾ പറയണം അങ്ങ് മൊത്തം ബിബിൻ കേട്ടോണ്ടിരിക്കുമോ? ഇല്ലേ, കേട്ടോണ്ടിരിക്കില്ല. നമ്മളെല്ലാവരും മറുപടി പറയും. അതുപോലെ ഞാനും പറഞ്ഞുള്ളൂ. എനിക്ക് അവരുടെ മേഖലയായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ ഒരു സിനിമാ നടിയല്ല, ഒരു ഡാൻസറാണ്. രാജീവ് കുമാർ നമസ്കാരം. മനസ്സിലായില്ലേ? അപ്പോൾ അവസാനം എനിക്ക് ഇവരെ അടുത്ത് ഒരു ഫൈറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നു. അപ്പോൾ ബിപിൻ ബാബു, നീ ഏത് കോണത്തിലെ ഡോക്ടറാടാ തെണ്ടി? നീ ഒരു വ്യാജ ഡോക്ടറല്ലേ? നീ ആരാ മല്ലിക സുകുമാരൻ്റെ? നീ ഇവിടെ നേരിട്ട് വാടാ തെണ്ടി കേട്ടാ. നീ ആരാ? നിനക്ക് എന്ത് വേണം? നീ പറഞ്ഞു അതായത് പിന്നെ അവസാന കാലത്ത് അമ്മച്ചി എന്തൊക്കെ ആവാനുള്ള ശ്രമത്തിലാണ്. നീ ജനിച്ചത് എങ്ങനെയാടാ? തുണിയും കോണകവും ഒന്നും ഇല്ലാണ്ടല്ല നീ നിൻ്റെ അമ്മയുടെ വയറ്റിൽ നിന്ന് വന്നേ. നീ ഇപ്പം ജട്ടിയും പാൻറ്റൊക്കെ ഇട്ടുകൊണ്ട് കിടക്കണം അല്ലേ? എല്ലാവരും അങ്ങനെ തന്നെയാ. നീ ജനിച്ച പാടാണോടാ നീ ഇരിക്കണേ? ഇപ്പോൾ എൻ്റെ 67ാമത്തെ വയസ്സിൽ ഞാൻ ഇങ്ങനെ ഇരുന്നാൽ പോരടാ തെണ്ടി ഡോക്ടറെ. നീ ആരാണ്? നിന്നെ ഡോക്ടറാ? എന്നെ കോണത്തിലെ ഡോക്ടർ എന്നാണ് ഞാൻ വിളിക്കാൻ പോണത് കേട്ടാ. വയസ്സാം കാലം നിന്റെ തള്ളയുണ്ടോ? നിനക്ക് ഒരെണ്ണം അവിടെ? നിന്റെ തള്ളക്കുള്ളത് എനിക്ക് കൂടുതൽ ഒന്നുമില്ലടാ എനിക്ക് കേട്ടാ. നീ ഒന്ന് പരിശോധിച്ചിട്ട് വാ നിന്റെ അമ്മേരെ, മനസ്സിലായ? എന്നിട്ട് നീ എൻ്റെ അടുക്ക് വാ, സത്യഭാമ ടീച്ചറിൻ്റെ അടുത്ത്. എന്നിട്ട് നീ ഇതിനകത്ത് എഴുതിയേക്കണ നീ പിന്നെയും കമൻറ്റിൽ ഏതോ ഒരുത്തൻ വന്ന് മെഴുകുന്നുണ്ടെന്നാ. നീ അന്വേഷിച്ച് പിടിക്കടാനെ. എടാ നീ എന്തെന്നാ വിചാരിച്ചേ? ഡോക്ടറാ? നിന്നെ ഡോക്ടറെന്നല്ല വിളിക്കണ്ടേ തെണ്ടി ബിബിനെ, മനസ്സിലായ? നീ ഡോക്ടറാ. നിന്നെ ഒരുത്തം വന്ന് മെഴുകണം. നീ എന്തെന്നാ വിചാരിച്ച ഞാൻ മാത്രമേ ഉള്ളെന്നാ? എൻ്റെ കൂടെ ഒരു ഗ്യാങ് ഉണ്ടടാ. നീ ഇങ്ങോട്ട് വാ, നിൻ്റെ കൂടെയുള്ളവരെ നീ വിളിച്ചോ കേട്ടാ. ഇനി നീ ഇതിൻ്റെ താഴെ കൊണ്ട് കമൻസ് ഇടണം നായേ.
നീ എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്. എന്ത് തെണ്ടിത്തരം പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടാ? നീ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ എത്തൂട്ടാ, നിന്റെ ഹോസ്പിറ്റലിൽ എവിടെയാന്ന് വെച്ചാൽ കാണിച്ചു തരണ നിനക്ക്. നിന്നെ തിരുവനന്തപുരത്ത് ഞാൻ കൊണ്ടുവരുന്ന കാണാം. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മാന്യമായിട്ട് എഴുതും കേട്ടാ, വൃത്തികെട്ടാന്. നീ നിന്റെ തള്ളയുടെ കാര്യങ്ങളൊക്കെ നോക്കടാ, അതാ നല്ലത് വീട്ടിൽ കേട്ടാ. നിന്റെ ഭാര്യയും മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ പുറകെ കിടക്കുക, അതാ നല്ലത്. ഇനി വേറെ ഒരുത്തി, അതായത് ഒരു ശ്രീലത ലത. ഓ, നിന്നെ കാണാൻ നല്ല സുന്ദരിയാണല്ലടി. നിനക്ക് സിനിമയിൽ വല്ല റോള് അവർ ഓഫർ ചെയ്തിട്ടുണ്ടോ? ഓ, നീ അതിന് സുന്ദരിയാണല്ല. നീ ചാണകം തേച്ച് മെഴുകുമല്ലേ? ഞാൻ ചാണകമല്ല തേക്കാൻ പോണം നിന്നെ. തലേ ദിവസം ഭക്ഷണമൊക്കെ കഴിച്ചിട്ടേ പിറ്റേ ദിവസം രാവിലെ നമ്മളൊരു 1-നും 2-നും പോവും. നീ പോവാറുണ്ടാ? അതങ്ങോട്ട് എടുത്ത് ഞാൻ മെഴുകും നിന്നെ കേട്ടാ. നീ ഇങ്ങോട്ട് വാടി മെഴുകാൻ ചാണകം കൊണ്ട് കേട്ടാ. നീ എൻ്റെ സുന്ദരിയാണ്, കുറേ ഓടിയൊരു വണ്ടിയാണല്ലോ നീ, എന്നെ കണ്ടാലറിയാം കേട്ടാ. നീ വിടറി ഇതിൻ്റെ പുറകിൽ മെസ്സേജ് ഇട് നീ കേട്ടാ. നീ വലിയ സുന്ദരി കോതയായിട്ട് ഇരിപ്പുണ്ടല്ലോ. സത്യഭാമ ഇരിക്കുന്നത് കണ്ടടി 67-ാമത്തെ വയസ്സിൽ. എൻ്റെ വയസ്സിലൊക്കെ നിൻ്റെ പടം ചുമരിൽ തൂങ്ങോടി മാലയിട്ട് കേട്ടാ. അത് നീ സൂക്ഷിച്ചോ. ഞാനൊക്കെ ഈ പ്രായത്തിൽ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടാ. എനിക്ക് നിന്റെ ചാണകം മെഴുകണ. നിന്റെ തള്ളയുണ്ടടി വീട്ടിൽ, മെഴുകടി തള്ളേരെ മുഖത്ത് ആദ്യമേ, എന്നിട്ട് നീ ഇങ്ങോട്ട് വാദം കൊണ്ട് ബാക്കി. നിന്നെ ഞാൻ മെഴുകുന്നത് നേരത്തെ പറഞ്ഞത് കേട്ടാ. ഓക്കെ, വാ ഇങ്ങോട്ട് വാ, ഓടി വാ പൊന്നാര മോള്. കുറച്ചങ്ങോട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വളരെയധികം എൻ്റെ വേണ്ടപ്പെട്ട ഫ്രണ്ട്സ് എന്നോട് ക്ഷമിക്കണം. നമ്മളെ ഒരു പ്രായമായി കഴിഞ്ഞിട്ടും ഇങ്ങനെയൊക്കെ കേൾക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി പ്രശ്നം തന്നെയാണത്. ആ കേൾക്കാൻ സൗകര്യമില്ല എനിക്ക്. എൻ്റെ ബഹുമാനപ്പെട്ട എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എന്നോട് ക്ഷമിക്കണം. സത്യഭാമ ടീച്ചർ അങ്ങനെ ഒരാളൊന്നുമല്ല. പക്ഷേ ഇങ്ങോട്ട് പറയുമ്പോൾ നിങ്ങളായാലും മറുപടി പറയുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടാ. എന്നിട്ട് ഇത് ഏത് ചാനലിലാണ് വന്നതെന്നുള്ളത് ഇതിൻ്റെ അവസാനം ഞാൻ പറയും. ആ ചാനലുകാരനെ അവനെ ഞാൻ അന്വേഷിച്ച് പിടിക്കുന്നുണ്ട് ആരാന്നുള്ളത്. എൻ്റെ അനുവാദം ഇല്ലാതെ എൻ്റെ സാധനങ്ങൾ അവൻ്റെ പേജിലിടാൻ ആരും അവൻ്റെ റൈറ്റ് കൊടുത്താരാ, എനിക്കതറിയണം. ആഷിക്ക് അവൻ എൻ്റെ ഒരു പടാക്ക് എടുത്തിട്ടേ, ആഷിക്ക് എനിക്ക് അമ്മയുണ്ടടാ വീട്ടിൽ. നിൻ്റെ അമ്മ ഒരു ഉടുപ്പൊക്കെ ഇടിച്ചിട്ട് അങ്ങനെ ഇടറാ. പക്ഷെ ഉടുപ്പിൻ്റെ അടിയിൽ ഒരു ജട്ടി ഇടാൻ മറക്കരുത് കേട്ടാ. നിൻ്റെ അമ്മയ്ക്ക് ആഷിക്ക് നീ എൻ്റെ പടമൊക്കെ വെച്ചിട്ട്, നീ ഏതോ ഒരു പെണ്ണിൻ്റെ പടമൊക്കെ വെച്ചിട്ട് തല വെട്ടി വെച്ചിട്ടുണ്ടല്ലോ. നിനക്ക് എന്താടാ തെണ്ടി എന്നെ കാണുമ്പോൾ അത്ര അസൂയ? എനിക്ക് നീ എന്ത് വേണം ഇടറാ കേട്ടാ. ആഷിക്ക് എന്താ ഐസക്ക്. ഓ, കണ്ടിട്ട് നീ മാപ്പിളയാന്ന് പേര് കേട്ടിട്ട് നീ മാപ്പിളയാന്ന് തോന്നുന്നുണ്ട്. പരിശുമറിയ തമ്പുരാൻ്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇവൻ്റെ ഒന്ന് തലയെടുക്കണേ കർത്താവേ. അത്രേ എനിക്ക് പറയാനുള്ളൂ കേട്ടാ. നീ എൻ്റെ തല വെട്ടി വെച്ചില്ലേ, നിൻ്റെ തല വെട്ടി വെച്ചിട്ട് അല്ലെങ്കിൽ നിൻ്റെ അമ്മയുടെ തല വെട്ടി വേറെ ഏതെങ്കിലും പടം എടുത്ത് വെക്കാൻ എനിക്ക് അറിയാൻ വയ്യാണ്ടൊന്നുമല്ല കേട്ടാ. നിൻ്റെ അമ്മ നല്ലൊരു സ്ത്രീയായിരിക്കും അല്ലേ? ശരിയല്ലേ? നിൻ്റെ അമ്മേ നല്ലൊരു സ്ത്രീയായിരിക്കും. നല്ല അച്ഛനും അമ്മയ്ക്ക് ഇതുപോലത്തെ വൃത്തികെട്ട തെണ്ടി ചെറ്റകളായ മക്കൾ ജനിക്കുന്നുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, ലോകം മാറിപ്പോയി. നീ എൻ്റെ തല വെട്ടി വെച്ചിട്ടില്ലേ, നിൻ്റെ അമ്മയുടെ തല വെട്ടി ഇതുപോലെ ഒന്ന് കോണകം തുണി ഇല്ലാത്ത ഒന്നിൻ്റെ തലയിൽ പുറത്ത് കൊണ്ടുപോയിക്കടാ നായേ. ഇത്രയധികം ഞാൻ പ്രതികരിച്ചിട്ടില്ല അല്ലേ? എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ശാരിക മേനോൻ, എല്ലാവരോടും ഞാൻ പറയണേ, ശ്രീജിത്ത്, നീനു, ലീലാവതി, ശശി മണിയത്ത് കേട്ടോ, എല്ലാവരും എന്നോട് ക്ഷമിക്കണേ. ഞാൻ റിപ്പീറ്റ് ചെയ്യാണ് പിന്നെയും. നമ്മളെ ഈ പറയുന്നതിൻ്റെ അവർ വിട്ടേക്കണ കമൻസൊക്കെ ഉണ്ടല്ലോ, ഞാൻ ഇവരെയൊക്കെ എന്ത് ചെയ്തിട്ട അടുത്ത അടുത്തത് സുമേഷ് മാധവൻ. സുമേഷ് എന്തെന്നൊക്കെ പറഞ്ഞേക്കണേ. പൊന്നാര മോൾക്കൊരു റോസാപ്പൂവൊക്കെ തന്നിട്ടുണ്ട്. അയ്യടാ, നീ നിൻ്റെ അമ്മയ്ക്ക് കൊടുത്താടാ റോസാപ്പൂവ്? നീ നാളെ നേരം വെളുക്കുമ്പോൾ നിൻ്റെ അമ്മയുടെ
തലയ്ക്കാമ്പാട്ട് ഒരു നിലവിളക്കും കത്തിച്ച് വെച്ചിട്ട് 2 തേങ്ങയും കൂടെ ഉടച്ച് വയ്ക്കും. എന്നിട്ട് 2 തള്ളവിരലും കൂടെ കൂട്ടി ചേർത്ത് കെട്ട് നിന്റെ തള്ളയുടെ കേട്ടാ. നീ നിന്റെ അമ്മയുടെ പ്രായമുള്ള തന്നെയാണ് ഈ പറഞ്ഞേക്കണത് കേട്ടാ. അതായത് കിട്ടിയതൊന്നും പോരാ. നിന്റെ അപ്പൻ്റെ വകയല്ലേ എനിക്ക് കിട്ടിയത്. ഓടാ തെണ്ടി, എന്തെന്നാ കിട്ടിയെന്നാ നീ പറയണത്? ഞാനൊരു ഇൻ്റർവ്യൂ ചെയ്തു ഒരുത്തിനെ കുറിച്ച് എന്ന് നിങ്ങൾ പറയുന്നു. ഞാൻ ഒരുത്തരെ കുറിച്ചും ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ നൃത്തത്തിനെ കുറിച്ച് ഇൻ്റർവ്യൂ കൊടുത്തു. നിങ്ങൾക്ക് എന്ത് വേണം അതിന്? നിനക്കോ നിന്റെ തള്ളയ്ക്കോ പറയാൻ പറ്റുവാടാ? സുമേഷേ, തെണ്ടി സുമേഷേ, നിനക്ക് പറയാൻ പറ്റുവാടാ? നിന്റെ തലയൊക്കെ ഇതിനകത്തുണ്ട് കേട്ടാ. നിന്റെ തലയൊക്കെ വെട്ടി ഞാൻ ഒരു പരസ്യം ചെയ്യാം, നോക്കിയോ. കിട്ടിയതൊന്നും പോരാ. എന്തോന്ന് കിട്ടിയെന്നാ നീ പറയണത്? എടാ എനിക്ക് കുറച്ചും കൂടെ പരസ്യമായിടാ. ഞങ്ങളൊക്കെ ആർട്ടിസ്റ്റുകൾക്ക് നല്ലൊരു പരസ്യം ഇതൊക്കെ അങ്ങനെ കൂട്ടിയിട്ടുള്ളൂ. ഞങ്ങൾക്ക് എല്ലാ വേഷം കെട്ടി സ്റ്റേജിൽ ആടണവരാ. അതിൻ്റെ കൂട്ടത്തിലൊരു പരസ്യമായിട്ടോ കൂട്ടിയിട്ടുള്ളൂ കേട്ടാ. നീ എന്നെ നീ ബാക്കിയും കൂടെ കൊണ്ടുപോകാടാ എനിക്ക്. നീ കുറച്ചത് കിട്ടിയത് പോരാന്ന് പറഞ്ഞില്ലേ, നീ ബാക്കിയും കൂടെ അങ്ങോട്ട് കൊണ്ടുപോകാൻ എനിക്ക്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട് ഇവിടെ സിറ്റിയിൽ തന്നെയാണ്. നീ അന്വേഷിച്ച് പിടിച്ചു വാ. നിന്റെ വീട് അന്വേഷിക്കുന്ന പോലെ എൻ്റെ വീട് അന്വേഷിച്ചടക്കേണ്ടി വരില്ല. നീ ഏതെങ്കിലും ഓട്ടോറിക്ഷയിലോ ടാക്സിയിലോ കയറിക്കോ. സത്യഭാമട്ടി കലാമുള്ള സത്യഭാമയുടെ വീണ്ടും പോകണമെന്ന് നടയിൽ കൊണ്ടു നിർത്തി തരും. അങ്ങനെ ഒരു അഡ്രസ്സുള്ള ആളാണ് നീ. ഞാൻ മനസ്സിലായ തെണ്ടി സുമേഷേ. ഡെയ്സി ജെന്നി പിടിച്ചടി നിനക്ക്? അയ്യോ ജെന്നി ഞാനൊരു രോഗമായിട്ടാണല്ലോ കണ്ടേക്കണം. ഡെയ്സി ജെന്നി അയ്യോ ജെന്നി 2 എണ്ണം ഉണ്ട്. അപ്പോൾ അത് ഇത്തിരി കടുപ്പമുള്ള ജെന്നി ആയിരിക്കുമല്ലോ. ഭയങ്കര ജെന്നിയാണല്ലോ നിനക്ക്. അയ്യോ പക്ഷേ ഞാൻ ഇപ്പം നിന്നെക്കുറിച്ച് പറഞ്ഞത് നിനക്ക് ജെന്നി അങ്ങനെ ഇനി കൂടിയാലോ? ജെന്നി ഞാൻ ഒരു രോഗമായിട്ടാണ് കേട്ടിട്ടുള്ളത്. നിനക്ക് എന്തിൻ്റെ കേടാടി ജെന്നി? അറിയാത്തത് കൊണ്ട് ചോദിക്കുക. ഈ കലാമണ്ഡലം എന്ന് പറയുന്നത് ഈ പുള്ളിക്കാരിയുടെ തറവാട്ട് സ്വത്താണ്. എൻ്റെ തറവാടാണത്. നിനക്കറിഞ്ഞൂടെ? അതിപ്പോൾ ശരി, ഞങ്ങൾ പഠിച്ച എൻ്റെ തറവാടാണത്. എൻ്റെ ചോറാണ് എൻ്റെ കല. അപ്പോൾ എൻ്റെ തറവാടാണ് കലാമണ്ഡലം. പിന്നെ നിനക്ക് സംശയം ഉണ്ടായിരുന്നടി ഡെയ്സിയെ, ജെന്നിക്കാരിയെ? നീ ജെന്നി പിടിച്ച് ചാവുള്ളൂടി കേട്ടാ. ബസ്സിൽ പോകണോ കാറിൽ പോകണോ അത് ഞങ്ങൾ തീരുമാനിക്കും. നീ അവളുടെ ആളാണ് നീലേ. അയ്യോ ആ മൊട്ടച്ചിയുടെ ആളാണ്. അതറിഞ്ഞില്ല കേട്ടാ ഡെയ്സി. അയ്യോ എന്നാടി ആ പെണ്ണുമ്പിള്ളക്ക് കാറൊക്കെ ഉണ്ടായേ? ജനിച്ചപ്പോൾ അങ്ങ് സ്വർണ്ണക്കരണ്ടിയാണ് ആ പെണ്ണുമ്പിള്ള വായിൽ വെച്ചിട്ട് ഇറങ്ങിയത്. നീയായിരുന്നു അവളെ കൂടെ അപ്പോൾ? അതെയാ? കാറിൽ പോകണം എന്നാടി കാറുണ്ടായത് അവൾക്ക്? അതുപോലെ തന്നെ ഞാൻ ജാഗ്വറിലാണ് കറങ്ങണത്. അപ്പോഴോ ആ പെണ്ണുമ്പിള്ള അതിലൊന്നും അല്ലല്ലോ കറങ്ങണത്. ആ പെണ്ണുമ്പിള്ളക്ക് മക്കൾ കൊടുത്താലല്ലേ ഉള്ളൂ ഇന്നും. എനിക്കതല്ല, നല്ല അന്തസ്സായിട്ടൊരു തൊഴിലൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ട് ഈ പ്രായത്തിലും കേട്ടാ ജെന്നിക്കാരിയെ. നീ ഇതിൻ്റെ താഴെ കൊണ്ട് കമന്റ് ഇട്ടറി, എല്ലാവർക്കും ഞാൻ തരാം. നമ്മൾ പകൽ ലൈവ് ചെയ്യണോണ്ടാണ് ആൾ കുറഞ്ഞു വരുന്നത്. സന്ധ്യയ്ക്കാണെങ്കിൽ ഇഷ്ടം പോലെ ആൾക്കാർ കയറി വരുന്നുണ്ട്. പക്ഷെ ഇപ്പം എല്ലാവരും വർക്കിംഗ് അല്ലേ, സ്കൂള് കോളേജ് എല്ലാം ഉള്ള സ്ഥലം. തിരുവനന്തപുരത്ത് ഇവിടെ തന്നെയാണ് അരുണ എന്നെ വിളിച്ചോളൂ. നമ്മളൊരു ഒളിപ്പുള്ള ആളല്ല അരുണേ, ധൈര്യമായിട്ട് പോരാ കേട്ടാ. ഓമന കേവി, അയ്യോ ഓമന പോലത്തെ മുഖമുള്ള എൻ്റെ ഓമനക്കുട്ടിയെ, സുഖാണ? സത്യഭാമയല്ല, നിന്റെ തന്തേരെ ഭാമ കേട്ടാ ഓമനെ. നിന്റെ തന്തി ഉണ്ടടി ഇപ്പോഴും? നിന്റെ തള്ളയുടെ പേരെന്താടി? നീ ഓമന, നിന്റെ തള്ളയുടെ പേര് സുന്ദരി എന്നായിരിക്കും അല്ലേ? ഓമനെ കേവിയാ? ചത്തുപോയാ നീ? കേവി ചത്തുപോയടി. മല്ലികയുടെ 7 അയലൊക്കെ അത് ശരിയാ. മല്ലിക ജീവിക്കുന്നത് പോലെയൊന്നുമല്ല ഞാൻ ജീവിച്ചു വന്നിട്ടുള്ളത്. അയ്യോ അത് ഇവിടെയുള്ള കലാകാരന്മാരോട് ചോദിക്കും. ആ പെണ്ണുമ്പിള്ള ജീവിച്ചു വന്ന ഒരു രീതികളും കാര്യങ്ങളൊക്കെ ഈ ലോകത്ത് കലാകാരന്മാർക്ക് മൊത്തം അറിയാം കേട്ടോ. ഓമനെ സത്യഭാമേനെ നിങ്ങൾ എന്നോട്ട് അറിയാൻ തുടങ്ങിയേ? എൻ്റെ ആ കേസ് പോലെയല്ലേ നിങ്ങൾ എന്നെ അറിയുള്ളൂ. മറ്റേ പെണ്ണുമ്പിള്ള അതല്ല, ലോകം മുഴുവനും ഓടി ഒരു വണ്ടിയാണ്
കേട്ടാ. അതുകൊണ്ട് അവരുടെ കയ്യിലൊക്കെ എനിക്ക് സത്യമായിട്ട് വരാൻ പറ്റില്ല, യാതൊരു സംശയമില്ല. അതെങ്ങനെ വരാൻ പറ്റും? ഞാൻ മാന്യമര്യാദയായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് അവരുടെ കൂടെ ഒരിക്കലും എന്നെ ചേർക്കാൻ പറ്റൂല. ഓമന അത് പറഞ്ഞത് വളരെ സത്യമാണ് കേട്ടാ. ഇനി എങ്ങനെ എല്ലാവരോടും പറയണോ ഓമനെ? ഇനി നീ ഇതിൻ്റെ പുറകെ എഴുതണം കേട്ടാ. മല്ലികയുടെ കൂടെ നടക്കാനുള്ള യോഗ്യത എൻ്റെ പൊന്നെ, എന്നെ അതിലും ഭേദം ഞാൻ 2 മുഴം കയറെടുത്ത് കെട്ടി തൂക്കി ചാവുള്ളൂ. മല്ലികയുടെ കൂടെ പോകാനുള്ള യോഗ്യത എനിക്ക് ഉണ്ടായ. മല്ലികയല്ല സത്യഭാമ. ഈ ലോകത്തെ കലാകാരന്മാർക്ക് മൊത്തം അറിയാം മല്ലികയുടെ ഹിസ്റ്ററി കേട്ടാ. സത്യഭാമ അല്ല അന്തസ്സായിട്ട് ജീവിക്കുന്നു ഇവിടെ കേട്ടല്ല. ഇനി നീ ഇതിൻ്റെ പുറകെ കമൻ്റ് ഇട്ട് പാടി ഓമനാമ്മേ. സുമിത്തേ, നീ എവിടെയാടാ നിന്റെ സ്ഥലം? സുമിത്ത് ചാലില് അല്ലേ? ചാലയിൽ നമ്മുടെ ഈശ്വട്ട് ഇവിടെ തിരുവനന്തപുരത്ത് ചാലയിലാണോടാ നിന്റെ വീട്? മാർക്കറ്റിനകത്ത് എന്നാടാ സുമിത്തേ? അല്ലേലും പുള്ളിക്കാരി ബസ്സിലല്ല കാറിലാണ് പോവരൂ. എടാ നിനക്ക് മലയാളം പോവരും എഴുതാറിഞ്ഞൂടെടാ? ബസ്സിലല്ല കാറിലാണ് പോവരൂ. നീ ആദ്യം പോയി നേഴ്സറി പോയിരുന്ന് പഠിക്കടാ മലയാളം കേട്ടാ സുമിത്തേ. നിനക്ക് മലയാളം പോലെ എഴുതാറിഞ്ഞൂടല്ല എന്ന് ആരേലും ആ ഭൂലോക രംഭയ്ക്ക് പറഞ്ഞു കൊടുക്ക്. എടാ രംഭ തന്നെയാടാ ഞാൻ കേട്ടാ. രംഭ തിലോത്തമ എന്നൊക്കെ നീ കേട്ടിട്ടുണ്ടാ? ദേവലോകത്തെ സുന്ദരികളാണ് രംഭ. നീ അത് അഴുക്ക പേരാന്ന് വിചാരിച്ചേക്കണ സുമിത്തെ? ഉർവശി രംഭ തിലോത്തമാന്ന് നീ കേട്ടിട്ടുണ്ടടാ? നീ ഏത് കാലത്ത് ജനിച്ചാടാ തേണ്ടി? നിന്റെ എന്താടാ പ്രൊഫൈൽ പടം നല്ല ക്ലിയർ അല്ലല്ല. നീ മറ്റവൻ്റെ കൂട്ട കറുത്തിരിക്കണവനാന്ന് തോന്നുന്നു അല്ലേ? കാക്കര നിറം എന്നിട്ട് തേങ്ങയുടെ ഇതിനകത്ത് ഇരിക്കണം നിന്റെ നിറം. നീ നല്ല നിറമില്ല, അതെന്ത് പറ്റി? അതോ നീ അങ്ങനെ ഇട്ടതാണോടാ സുമേഷ്? ആ ബസ്സിലടാ ആദ്യം ഈ മല്ലികയൊക്കെ സാധാരണക്കാരിയായിരുന്നു. നീ അതൊന്നും പറഞ്ഞു പഠിക്കല്ലേ. സത്യഭാമി സാധാരണ ഒരു പോലീസുകാരൻ്റെ മകളായിരുന്നു, മനസ്സിലായി? ഇപ്പം ഞാൻ ജാഗുവറിലാണ് പോണത്. എപ്പോഴോ നീ പറഞ്ഞില്ലേ മല്ലികയ്ക്ക് ബസ്സിൽ പോകേണ്ട കാര്യമില്ല, എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. ജനിച്ചപ്പോഴേ സ്വർണ്ണക്കരണ്ടി വായിൽ വെച്ചിട്ടൊന്നും ആരും ഇവിടെ ജനിക്കുന്നില്ല കേട്ടാ. എത്ര വലിയ സൂപ്പർ സ്റ്റാറുകളും കഷ്ടപ്പെട്ട് അധ്വാനിച്ചാണ് ഓരോ ലെവലിൽ എല്ലാ ജനങ്ങളും എത്തുന്നത്. ആരും അംബാനിയായിട്ട് കുടുംബത്തിൽ ആരും ജനിക്കാൻ പറ്റുമോടാ സുമേഷ്? നായേ പറയടാ നീ നായേ. എല്ലാവർക്കും അംബാനിയുടെ വീട്ടിൽ ജനിക്കാൻ പറ്റുമോ? ഇല്ലില്ല. ലുലു മുതലാളിയുടെ വീട്ടിൽ ജനിക്കാൻ പറ്റുമോ? ഇല്ലില്ല. നമ്മളൊക്കെ സാധാരണക്കാരാ. ബസ്സിലും കാളവണ്ടിയിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ഇപ്പം ഞാൻ ജാഗുവറിലാണ് പോകണം. അപ്പോഴോ മല്ലിക സുകുമാരി ഇപ്പം ബസ്സിൽ പോകണ്ട. എടാ ഒരു എക്സാമ്പിൾ പറഞ്ഞേടാ ഞാൻ. ബസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും താന്നത് അല്ലേ? ഓട്ടോറിക്ഷയിലും ടാക്സിയിലും പോണേക്കാൾ പൈസ കുറവാണ് ബസ്സിൽ. നിനക്ക് പുത്തിയില്ലെങ്കിൽ നീ നിന്ന് കേൾക്കടാ നായെ സുമിത്തെ. നീ ചാലിലല്ലേ കിടക്കണത്? സുമിത്ത് ചാലിൽ അല്ലെങ്കിൽ ചാലയിൽ എന്നാ നീ അങ്ങനെ കിടക്കണല്ലേ? നീ ചാലയിൽ ഒഴുക്ക് ചാലിൽ ജനിച്ചവനാ. അതാ നീ അങ്ങനെയൊക്കെ പറയണ കേട്ടാ. ഇതിൻ്റെ പുറകെ കമൻറ്റും കൊണ്ട് വാടാ നീ. ലിനു വൈക്കം. ഇതാരെ പടം ഇട്ടേക്കണ്? ആരാണ്ട് പടം കിട്ടുന്നുണ്ട് ചക്കന്മാരുടെ പടങ്ങൾ. ആരാടിയത്? ലിനു ആണാ പെണ്ണാ? അത് തന്നെ അറിഞ്ഞൂടാ. ആണാണോടാ നീ ലിനു? നിന്നെ ശരിക്കും കണ്ടുകൂടാ. നീ പേടിച്ചിട്ടാണോടാ 2 പടം ഇട്ടേക്കണ പ്രൊഫൈല്? നീ ഒറ്റയ്ക്ക് ഇടറ ഒരെണ്ണം. നീ എന്താടാ ഒറ്റയ്ക്ക് ഇടാഞ്ഞ്? കലാമണ്ഡലത്തിലെ മുന്നിലൂടെ ബസ്സിൽ പോയത് കൊണ്ടാണ് ഇവരുടെ പേരിൻ്റെ കൂടെ കലാമണ്ഡലം. പോടാനായേ, നിനക്ക് എന്തെന്ന് അറിയണം? നിനക്ക് ബസ്സിൽ പോകണ്ടടാ. അസലായിട്ട് അന്തസ്സായിട്ട് അധ്വാനിച്ച് സർട്ടിഫിക്കറ്റ് മേടിച്ച ആളെ ഞാനവിടെ. നിനക്ക് എന്താ അറിയാം? നിനക്ക് കലയായിട്ട് വല്ല ബന്ധം ഉണ്ടടാ ലിനു? അതിൻ്റെ മുമ്പിൽ കൂടെ പോയാൽ സർട്ടിഫിക്കറ്റ് കിട്ടും. അങ്ങനെയാണോ നിനക്ക് നിന്റെ ഭാര്യയ്ക്ക് നിന്റെ അമ്മയ്ക്കൊക്കെ കിട്ടിയത് സർട്ടിഫിക്കറ്റ്? നിന്റെ അമ്മ കല്യാണം കഴിച്ചതേ അങ്ങനെ വല്ല സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ടാണോ നിന്നെ ഉണ്ടാക്കിയത്? ആണോടാ? ജനിക്കുകയാണെങ്കിൽ നല്ല തന്തയ്ക്കും തള്ളയ്ക്കും ജനിക്കടാ ലിനു കേട്ടോ. എന്നിട്ട് നീ പറഞ്ഞിട്ട് വാ. നിന്റെ അമ്മയ്ക്കുള്ളതിനൊക്കെ ഒന്നും കൂടുതലില്ലടാ എനിക്ക്. അല്ലെങ്കിൽ നീ ഒന്ന് നോക്കിയിട്ട് വാ കേട്ടാ. നീ ഇതിൻ്റെ പുറകെ ഇട്ടിട്ട് വാ നീ കമൻറ്റ്.
സാബു പുരുഷോത്തമൻ. ഒത്തിരി നീളമുണ്ട് കേട്ടോ അവൻ്റെ തന്തയുടെ പേരിന്. അവനൊരു കുഞ്ഞ് പേരിട്ടു, അവൻ്റെ തന്ത ഒരു കുഞ്ഞ് പേരിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ തന്തയുടെ പേര് ഇത്തിരി അക്ഷരം കൂടിപ്പോയി. രാമകൃഷ്ണൻ തലേന്ന് ഇറങ്ങി മല്ലികയെ പിടിച്ചോ, മല്ലികയെ പറ്റി പറയാൻ ഇതെന്നൊക്കെ എഴുതിയേക്കണടാ. മലയാളം എഴുതാൻ അറിഞ്ഞൂലടാ നിനക്ക് സാബു. രാമകൃഷ്ണൻ തലേന്ന് ഇറങ്ങി ഫുൾ സ്റ്റോപ്പൊക്കെ ആവുമ്പോൾ എന്താണ് അവിടെ മനസ്സിലായില്ല. മല്ലികയെ പിടിച്ചോ, മല്ലികയെ പറ്റി പറയാൻ സത്യഭാമ ആരാണ്? നിനക്കൊക്കെ എന്നെ പറയാം. എടാ നിനക്ക് എന്നെ അറിയാവടാ സാബു നായെ? അറിയാടാ നിനക്ക് എന്നെ? നീ പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും മല്ലിക അറിയാമെന്ന് പറയണം. ശരി, അറിഞ്ഞോ? സിനിമാ നടിമാരെ എല്ലാവർക്കും അറിയാം. ഞങ്ങൾ ഡാൻസുകാരെ അറിയുന്നത് വളരെ കുറച്ചേ ഉള്ളൂ. എന്നെന്നല്ല, ഇവിടെ കലാമണ്ഡലത്തിൽ പഠിച്ചിട്ടുള്ള എത്ര ടീച്ചേഴ്സ് ട്രിവാൻഡ്രത്തുണ്ടെന്ന് അല്ലെങ്കിൽ കേരളത്തിലുണ്ട് നിങ്ങൾക്ക് അറിയാവോ? എന്നാൽ നിങ്ങൾക്ക് സിനിമാ നടികളുടെ പേരൊക്കെ അറിയാം. അതാണ് സിനിമയും നൃത്തവും തമ്മിലുള്ള ഒരു വ്യത്യാസം. നല്ല അന്തസ്സായിട്ട് ജീവിക്കണ ഡാൻസുകാർ മൊത്തം കേട്ടാ. നീ അത് ഓർത്തോ. നിനക്കൊക്കെ സിനിമാ നടികളെ പുറകെ കിടക്കാനേ നേരമുള്ളൂ. അതുകൊണ്ടല്ല നിനക്ക് പിടിച്ചു മല്ലികയെ പറ്റി പറയാൻ സത്യഭാമ ആരാണ്? ഇവർക്ക് ഞാനിതിൽ ഇടുന്നുണ്ട് കേട്ടാ. ഈ പേജിൽ തന്നെ മല്ലിക സുകുമാരൻ എന്നെ പറഞ്ഞ് ഞാൻ ഇടുന്നുണ്ട്. എന്നിട്ട് നീ ഇത് കണ്ടിട്ട് നീ അതിൻ്റെ മറുപടി അയക്കി. എടാ ഒന്നും കാണാണ്ട് ഒരാളെ പറയോടാ സാബു? പറയോ? നീ പറയോ? ഉറക്കം വരില്ല? വരില്ല. എന്നെ പറഞ്ഞാൽ ഞാൻ ഒരുത്തനും വിടൂല. ഞാൻ പറഞ്ഞിരിക്കും. നിന്നെയും വിടൂല, നിന്റെ തന്തേനും വിടൂല, പുരുഷോത്തമനെ കേട്ടാ. ഇവർ കലാമണ്ഡലത്തിൻ്റെ പേരുകളും ആ കലാമണ്ഡലത്തിൽ ഉള്ളവരെല്ലാവരും സംസാരിക്കും. അവർക്കിങ്ങനെ ഒരു അവസരം വരുമ്പോൾ എല്ലാവരും സംസാരിക്കും കേട്ടോ. നീ എന്താ വിചാരിച്ച കലാമണ്ഡലക്കാരെ? നീ എന്തെന്നാ വിചാരിച്ചേ? നിനക്ക് എന്തോന്നാടാ പണി? നിനക്ക് മല്ലിക സുകുമാരൻ്റെ പുറകെ അടക്കലാണോടാ നിൻ്റെ പണി? അതെയാ? സിനിമാ നടികളുടെ പുറകെ അടക്കണാണോ നിൻ്റെ പരിപാടി? നിങ്ങളൊരു സിനിമാ നടികളെ അങ്ങ് തലയിൽ മുകളിൽ കയറ്റി വെച്ചിട്ട് ഒരു ഫാൻസ് അസോസിയേഷനൊക്കെ ആയിട്ട് നടന്നോ? ഞങ്ങളെ ഡാൻസുകാരൊന്നും നിങ്ങളുടെ ഈ സിനിമാ നടികളുടെ അസോസിയേഷനിലോ അവരുടെ ഫാൻസിലോ ഒന്നുമില്ല, ഒരാളും കാണില്ല. എന്താ അറിയോ? സിനിമയിൽ കാണിച്ചു കൂട്ടുന്ന കാട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഏകദേശം അറിയാം. എന്തിനു ഇങ്ങനെ ഫാൻസ്? ഒരു സിനിമ പോലും ഞാനൊന്നും കാണാറില്ലല്ലോ. നീയൊക്കെ ഇവരെ പുറകെ നടക്കടാ. എന്നെ ഭരിക്കാൻ നീ ആരാടാ സാബു പുരുഷോത്തമനെ? എൻ്റെ തന്തയുടെ പേരും കൂടെ കളയാൻ വേണ്ടി നീ എന്തിനാടാ അങ്ങനെ പേരിട്ടേക്കണം കേട്ടാ? നിന്റെ ജോലി നോക്കി നീ ജീവിക്കടാ. സത്യഭാമേനെ ശരിക്കും അറിയാവുന്നവർ എന്നെ ഒരു പുല്ലും പറയില്ല കേട്ടല്ല. അത് തന്നെ സ്വന്തം മോന്ത വയ്ക്കൂല. ശരിയാ, കയ്യും കാലും ഒക്കെ വെട്ടി വെച്ചിട്ടേ നമ്മുടെയൊക്കെ പടം വയ്ക്കുന്ന എന്നിട്ട് ഇവൻ്റെ തലയിലൊന്നുമില്ല. അവിടെ ഒരു സീറോ പോലെ ഇട്ടിരിക്കുക, ഒന്നുമില്ല, ബ്ലാങ്കായിട്ട് ഒന്നുമില്ല. അപ്പോൾ പേടിയുണ്ട്. അതുകൊണ്ടാണ് തലയും വയ്ക്കാത്ത. തല വയ്ക്കുന്നവരെയൊക്കെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടാ. തല വയ്ക്കുന്നവരെയൊക്കെ പടം എടുത്ത് ഞാൻ നല്ല വൃത്തിയായിട്ട് ഇട്ട് തരാം. ഞാൻ നോക്കിയോ, എവിടെയെങ്കിലൊക്കെ ജോലി ചെയ്യുന്നവരൊക്കെ അങ്ങോട്ട് ആ ജോലി സ്ഥലത്ത് അങ്ങോട്ട് അറിയട്ടെ. ആ തരത്തിൽ ഞാൻ ആക്കിത്തരാം. ഷാജി ഇങ്ങോട്ട് ചൊറിയാൻ വന്നാൽ കയറി മാന്തണം. അത് ആരായാലും അത്ര തന്നെ ഞാനും ചെയ്യണുള്ളൂ. എന്നിട്ട് ഈ മല്ലിക സുകുമാരൻ ഇട്ടത് ഞാൻ ഇടാതിനകത്ത് കേട്ടോ. എന്നിട്ട് നിങ്ങൾ കണ്ടിട്ട് പറ ടീച്ചർ പറഞ്ഞത് ശരിയാണോ തെറ്റാണെന്നുള്ളത് കേട്ടാ. മോഹനൻ നായർ. എടാ മോഹനൻ, നിന്നെ കണ്ടിട്ട് ഒരു തീട്ടങ്കോരി പോലെ ഉണ്ടല്ലോടാ. നിനക്ക് മറ്റേ ഡ്രെയിനേജ് പണിയാണോ? നിന്നെ കണ്ടിട്ട് ആ ലുക്കാണോ? നിനക്ക് നല്ലൊരു ജോലി ഉണ്ടാവാൻ സാധ്യതയില്ല. നീ ഡ്രെയിനേജ് പണിക്കാരനാണെന്ന് നിന്നെ മോന്ത കണ്ടറിയാം. അവർ അതിലേ പോകേണ്ട കാര്യമില്ല. മലയാളക്കാരെ അറിയാവുന്ന കാര്യം. അതേപോലെ തന്നെയാണ് എന്നെ അറിയാടാ. നിന്റെ കുടുംബത്തിൽ ആരും ഡാൻസായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ടാണ് നിന്റെ വീട്ടിൽ ആർക്കും അറിയാത്ത ഞങ്ങളെ പോലുള്ളവരെ കേട്ടാ. ഈ ലോകത്തെ പറഞ്ഞിട്ട് നമ്മുടെ ഈ കുഞ്ഞ് കേരളത്തിൽ വരെ നൃത്തം പഠിക്കാത്ത ഒരു വീട്ടിലെ പെൺകുട്ടികൾ പോലും ഇല്ല. എല്ലാവരും പഠിക്കണം. നിനക്ക് വല്ലതും അറിയാവോ? നീ ഡ്രെയിനേജ് പണിക്ക് പോകണം. നിനക്ക് എന്തോന്ന് കല? നീ ചിലപ്പോൾ മല്ലികയുടെ സിനിമ കാണുന്നുണ്ടാവും, അതായിരിക്കും നിനക്ക്. അല്ലെങ്കിൽ നീ മല്ലികയുടെ സീരിയൽ കാണണം, അതാണ് നിനക്ക് ഇത്ര പൊള്ളിയത് അല്ലേ? ഞാൻ കൊള്ളരുതാത്തത് നീ പറയടാ. നീ ഇങ്ങോട്ട് നേരെ വേണം. നിന്റെ പടമായിട്ടുണ്ട്. അതുകൊണ്ടാണ് നീ ഡ്രെയിനേജ് പണിക്കാരനാന്ന് ഞാൻ പറയാൻ കാര്യം. അല്ലെങ്കിൽ കൂലിപ്പണിക്കാരൻ. അതിലും മേലെ എന്തായാലും പോകാൻ വഴിയില്ല കേട്ടാ. ഇനി ഒന്നിൻ്റെ പുറകിൽ ഇടണേ. നിനക്ക് അപ്പം ഞാൻ തരാം. നിന്റെ പടം വെച്ച് നിന്നെ നല്ല പരസ്യപ്പെടുത്തി തരാം ഞാൻ. ശരി എന്നാൽ ശരി സുരേഷ് ജോലിയിലായിരിക്കും അല്ലേ? സുരേഷ്, ഞാൻ ഇത്തിരി
കുറച്ചൊരു ഇതിലാണ്. അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും ഒന്ന് ഹായ് പറഞ്ഞിട്ടില്ല, എല്ലാവരും ക്ഷമിക്കണേ. നളിനി ശശിധരൻ. നളിനി എന്ന് പറഞ്ഞ അർത്ഥം അറിയാടി നിനക്ക്? അറിയാടി നളിനിയെ? നളിനി എന്ന് പറഞ്ഞാൽ താമര എന്നർത്ഥം. താമരയുടെ എതള് പോലെ ഉണ്ടല്ലോ നിന്റെ മോന്ത കണ്ടിട്ട്. എതളിനെയൊക്കെ കവച്ചു വെക്കും കേട്ടോ നിന്റെ മോന്ത കണ്ടാൽ. നളിനി ശശിധരൻ. അങ്ങേരെയും കൂടെ പയറ് കളയാൻ വേണ്ടി ഒരു നളിനി ശശിധരൻ്റെ. ശശിധരൻ നായരാണടി അതോ വേറെ വല്ല ജാതിയ? ഇവർക്ക് മാനസിക രോഗമായിരിക്കും. അതേടി ഉള്ളത് പറയുമ്പോൾ മാനസിക രോഗം അല്ലേ? നിന്നെ കണ്ടിട്ട് നീ പേറുകട മറ്റേ പ്രാന്താശുപത്രിയിൽ നിന്ന് ഓടി വന്നതുപോലെ ഉണ്ട് നിന്നെ കണ്ടിട്ട്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അപ്പം മാനസിക രോഗമുള്ള നിനക്ക് എനിക്ക് മാനസിക രോഗമുള്ളതുപോലെ തോന്നും. അത് ശരിയാ, സ്വാഭാവികമാണ് കേട്ടാ. നിന്നെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നണത്. എന്തോ ഒരു ഇവിടെ നിന്നാണോ ഇനി മറ്റേ കോഴിക്കോട് പ്രാന്താശുപത്രി എന്ന് പറഞ്ഞാൽ എവിടത്തുകാരിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ചിലപ്പോൾ നിനക്ക് ഭ്രാന്തുള്ളത് കൊണ്ട് എനിക്ക് ഭ്രാന്തുണ്ടെന്ന് ചിലപ്പോൾ തോന്നും കേട്ടാ. നീ ഇങ്ങോട്ട് വാ എൻ്റെ ഭ്രാന്ത് മാറ്റാൻ. നമുക്ക് ഒന്നിച്ച് ജീവിക്കാടി. ഇങ്ങോട്ട് വാടി നളിനിയമ്മേ, നമുക്ക് ഒന്നിച്ചൊന്ന് കൂടാ. പോരണാ? ഗോപകുമാർ പക്ഷേ നല്ല സ്നേഹമുള്ളവനാട്ടാ. ഒരു ഭാര്യയൊക്കെ അവൻ ചേർത്ത് വെച്ചിട്ടുണ്ട്. ആ പച്ച ഷോളും നീല ഷോളൊക്കെ ചേർന്ന ഒരു ഭാര്യ. ഭയങ്കര സ്നേഹമാണ്. ഭർത്താവും ഭാര്യ നീല കളറാണ്. എന്ത് സ്നേഹ! അർദ്ധനാരീശ്വരൻ തോറ്റു. ശിവനും പാർവതിയും വരെ ദൂരെ നിൽക്കണം. ഗോപകുമാറിൻ്റെയും ഭാര്യയുടെയും നിപ്പ് അത് കെട്ടിപ്പിടിക്കാനുള്ളതായിരുന്നു കേട്ടാ. അത് ഇത്തിരി ചേർന്ന് നിന്നിട്ടേ ഉള്ളൂ. ഇത്തിരിയും കൂടി അങ്ങോട്ട് ചേർന്ന് നിൽക്കടാ ഗോപകുമാറെ. ഇത്തിരി അകലായി പോകുന്നു തോന്നുന്നു. എടി മോളെ, ഇത് കേട്ടോട്ടാ, എൻ്റെ ഫ്രണ്ട്സൊക്കെ കേൾക്കണേ. എടി മോളെ, നിനക്ക് കലാമണ്ഡലത്തിൽ പഠിച്ചപ്പോൾ ഏത് സ്ഥാനമാ കിട്ടിയത്? ഏറ്റവും താഴെ നീ ആരെന്ന ഭാവം. ഇതാണ് നിന്റെ വിവരക്കേട്. എടാ നായേ, ഗോപകുമാറേ, എടാ നായേന്ന് വിളിക്കില്ല. എന്താ പറയുക, എനിക്ക് എന്നെ പട്ടിമക്കളുണ്ട് ഇവിടെ. അവരെ ഞാൻ ഒരിക്കലും നായാന്നൊന്നും എൻ്റെ മക്കളെ ഞാൻ വിളിക്കില്ല. എനിക്കൊരു മോനുണ്ട്, അവനേക്കാളും സ്നേഹം എനിക്ക് എൻ്റെ പട്ടിമക്കളോടാണ്. എടാ നായേന്ന് ഞാൻ നിന്നെ വിളിക്കണം. നീയാണ് നായ ഗോപകുമാറൻ. നീ എന്തെന്നാ വിചാരിച്ചേ? കലാമണ്ഡലത്തിൽ പഠിക്കുമ്പോൾ നിൻ്റെ ആനയുടെ മുട്ട കിട്ടുമായിരുന്നു. അവിടെ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് അവിടെ നിന്നിട്ട് സ്ഥാനമാ കിട്ടിയെന്ന് നിനക്ക് എന്തോന്ന് അറിയടാ കലാമണ്ഡലത്തിനെ കുറിച്ച്? നിനക്ക് വലുത് അറിയാവോടാ നായേ? നീ അവിടെ പോയി അന്വേഷിക്ക്. അവിടെ വിസിറ്റിംഗ് ആൾക്കാരെ കൊടുത്ത് കയറ്റി അവിടെയൊക്കെ കാണിച്ച് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയണം. നീ കലാമണ്ഡലത്തിലേക്ക് പോ. എന്നിട്ട് നീ ഇറക്കി അവിടെ എന്താ സ്ഥാനമാ എന്ന് ചോദിക്കാൻ നിനക്ക് എത്ര വിവരം ഉണ്ടോ ഗോപകുമാറെ? ഗോകുലം, ഗുരുവായൂരപ്പനെ വരെ നാറ്റിക്കാൻ വേണ്ടി ഒരു ഗോകുലം എന്നൊരു പേരും അവൻ്റെ അല്ലേ? നിനക്ക് എന്തോന്നറിയാം കലാമണ്ഡലത്തിനെ കുറിച്ച്? അവിടെ പഠിക്കുമ്പോൾ എന്തെന്ന് സ്ഥാനമാണ് അവിടെ കിട്ടണത്? അവിടെ പഠിക്കുന്നവർക്കൊക്കെ അവിടെ ജോലി കൊടുക്കാൻ പറ്റുമോ? ഞാനവിടെ സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു. അപ്പോഴോ നിനക്ക് വല്ലതും അറിയാവോ എൻ്റെ കഥകൾ? അവിടെ എന്നിട്ട് അല്ലാണ്ട് അവിടെ സ്ഥാനമാനം കിട്ടില്ല. നീ അതും പോയി അന്വേഷിക്കും. നീ ആദ്യം അറിഞ്ഞിട്ട് ഇതിനകത്ത് മെസ്സേജ് ഇട് കേട്ടാ. അതാ നല്ലത്. അറിവില്ലെങ്കിൽ പോയി അറിയും. തെണ്ടി ചെറ്റ. ബിനോയ് മഠത്തിൽ കാണുന്നുണ്ട് പട്ടാമ്പിക്കാരൻ്റെ മാലാഹ. എന്താ ചിലതൊന്നും മനസ്സിലാവണില്ല. എന്താ മോനെ പേര്? ഫൗസിയ സുബീർ. ഇവനൊരു 2.25-കാരനാണല്ലോ. ഇവന് തികച്ചില്ല എന്നൊരു സംശയമുണ്ട് പേര് കേട്ടിട്ട്. 2.25 നീ ഇതല്ല ഇതിനപ്പുറം എഴുതും. അതാണ് അതിൻ്റെ ഒരു കഥ. ഇവരൊക്കെ സിനിമാ നടിയായി കണ്ടില്ലെന്ന് പറയാൻ നിങ്ങൾ ആരാ? സിനിമയുടെ അവസാന വാക്കോ? ആണടാ, അവസാന വാക്ക് തന്നെ. നിനക്ക് എൻ്റെ അത്ര എക്സ്പീരിയൻസ് ഉണ്ടോ സിനിമ കണ്ടിട്ട്? ഉണ്ടാ? നീ എന്ന് പോലെ സിനിമ കാണാൻ തുടങ്ങിയ? നിന്നെ കണ്ടിട്ട് അധികം പ്രായമൊന്നുമില്ലടാ. നീ ആദ്യം 3 തികച്ചിട്ട് വാ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം കേട്ടാ. എൻ്റെ പേര് കേൾക്കുമ്പോഴേ എനിക്കറിയാം നീ ആരാന്നുള്ളത്. സിനിമയിലില്ല, നിനക്കറിയോ? നീ സിനിമാക്കാരോട് ചോദിക്കും ഇവരെന്തൊന്നും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന്. നീ വല്ലതും കണ്ടിട്ടുണ്ടാ? ശരിയാ, നീ ജനിക്കണതിന് മുമ്പ് അവർ ചില സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതൊക്കെ കണ്ട ആളാണ് ഞാൻ. അതെങ്ങനത്തെ റോളാണ്, അവരെന്തൊന്നും അതിനെ കാണിച്ചത് കുട്ടികളെന്നുള്ളത് എനിക്കറിയാം. നീ കണ്ടിട്ടുണ്ടാ? നിനക്ക് അതിനുള്ള പ്രായമില്ല.
നിനക്ക് അതിനുള്ള പ്രായമില്ല. നീ ഇപ്പോൾ അവർ കിടന്ന് അഭിനയിക്കണ അവരെ മക്കൾ നല്ല നിലയിലെത്തിയപ്പോൾ അവരെന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ കാണിക്കണം. സീരിയലിൽ തന്നെ അവർ അഭിനയിക്കണം, സിനിമയൊന്നും ഇല്ല അവർക്ക്. ഞാൻ അവസാന വാക്ക് തന്നെയാണോ ഞാൻ പറയാം. എനിക്ക് നിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം എൻ്റെ അവസാന വാക്ക് പറയാനായിട്ട്. എൻ്റെ അവസാന വാക്ക് ഞാൻ തന്നെയാണ്. ഞാൻ പറയണ എല്ലാം ശരിയാണെന്ന് ഞാൻ അങ്ങ് പറയല്ലേ, പിന്നെ നിൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് എന്തിനാ? നിൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണം. എനിക്കിഷ്ടമുള്ളത് ഞാൻ പറയും, എന്നിട്ട് കൊണ്ട് കൊടുക്കടാന്നിട്ട് എനിക്ക് അതിനങ്ങോട്ട് പരാതി കൊടുക്ക്. നിങ്ങൾ ചിലരൊക്കെ പറഞ്ഞു എത്ര കിട്ടിയാലും പഠിക്കില്ല. തിരിച്ച് അമ്മയുടെ വയറ്റിൽ പോകാൻ നിനക്ക് വല്ല പ്ലാനുണ്ടോ? എനിക്കില്ല. ജനിച്ചാൽ മരണം, അടുത്തത് ജീവിക്കുന്നിടത്തോളം ജീവിക്കും. അത് കഴിഞ്ഞ് അമ്മയുടെ വയറ്റിലേക്ക് തിരിച്ചു പോകാൻ നിനക്ക് നിനക്ക് വല്ല പ്ലാനും വല്ലതും ഉണ്ടാ? ഇല്ലില്ല. അതേപോലെ എനിക്കും ഇല്ല. വരണോടത്ത് വെച്ച് കാണുകടാ വേണ്ടി. സൗമ്യ ചേച്ചി, എൻ്റെ മോൾ നൃത്തം പഠിക്കുന്ന 6 വയസ്സ് ഈ മോൾ സിനിമയിൽ അഭിനയിച്ച് 2 സിനിമയിൽ ചേച്ചിയുടെ ഡാൻസ് എല്ലാം മോൾക്ക് കാണിച്ചു കൊടുക്കാറുണ്ട്. ഓക്കെ, നല്ല കാര്യം കേട്ടോ. സിനിമയിലൊക്കെ അഭിനയിച്ചു, അതൊന്നും കുഴപ്പമൊന്നുമില്ല. ചില നടിമാരൊക്കെ കാണിച്ചു കൊടുക്കുന്നത് നമുക്കറിയാലോ, അതൊക്കെ സൂക്ഷിച്ചാൽ മതി കുട്ടി. സിനിമ നല്ലതല്ല എന്നൊന്നും ഞാൻ പറയൂല, നല്ലൊരു ആർട്ട് ഫോം അല്ലേ അതൊക്കെ. ഇനി കുറച്ച് പേരങ്ങ് പറയാട്ടാ. ഇവരൊക്കെ എന്നെ പറഞ്ഞവരാണ്. ഇതായത് ഇനി അടുത്ത ലൈവിൽ ഇവർ പറഞ്ഞിട്ടുള്ള കാര്യമൊക്കെ ഞാൻ അനിൽ സോപാനം. എടാ അനിലേ, നീ ഏത് സോപാനത്തിലാടാ? ഇവിടെ തിരുവനന്തപുരത്തൊരു സോപാനം എന്ന് കേട്ടിട്ടുണ്ട്, അതാണോടാ? നിന്റെ നീ എന്നെ അഹങ്കാരിയാ? നിനക്കൊരു തള്ളയുണ്ടടാ? നിന്റെ തള്ളയ്ക്ക് അഹങ്കാരം ഉണ്ടടാ അനിൽ സോപാനെ? അതുപോലെ സത്യഭാമയ്ക്ക് ഇത്തിരി അഹങ്കാരം ഉണ്ടെന്ന് അങ്ങ് വിചാരിച്ചടാ നീ കേട്ടാ. ഷൈനി സുനിൽ, നളിനി ശശിധരൻ, രമ എന്തിനാടി 2 രമ എന്നൊക്കെ ഇട്ടേക്കണ? ഒരെണ്ണടി രമേ. മല്ലിക ആരാണെന്ന വിചാരം? മല്ലിക ആരാ? നിനക്കൊക്കെ അല്ലേ അവള് ദൈവം. എനിക്കാരാ മല്ലിക? എനിക്ക് മല്ലിക ആരുമല്ല, ഒരു സ്ത്രീ, അത്രയേ ഉള്ളൂ. നിങ്ങളൊക്കെ വലിയ ഇതായിട്ട് വെച്ചോ. രാധാമണി, എന്താ രാധാമണി? ഇത്ര സൈഡിൽ നിന്ന് സംസാരിക്കാനായിട്ട് എന്തെന്നാണ് ഇത്ര രാധാമണി അമ്മേ? നീയൊക്കെ ആരാടി എന്നെ പറയാനായിട്ട്? നീ എന്നെ പറയാടി. നിൻ്റെയൊക്കെ തല വെട്ടി ഞാൻ വെച്ച് കാണിച്ചു തരാം കേട്ടാ. ബിനീഷ്, ചെണ്ണക്കാല എന്തെന്നാ ഇതിൻ്റെ ബിനീഷ്, നീ ജോമോള്, സുഗു PK, നിന്റെ തന്തയുടെ, നീ എന്നെ കുറേ പറഞ്ഞില്ല. ശരിയാ, നിന്റെ തന്തയുടെ വകയാ. ഞാൻ ചിലതൊക്കെ എഴുതി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടാ. നിന്റെ തന്തയുടെ വകയടാ. ഇത്രയും മതിയാ നിനക്ക്? സുഗു, സീന, എയറിലാക്കാൻ ഇങ്ങി വാ ആടി. നീ എന്നെ എയറിലാക്കി ഇങ്ങോട്ട് വാ കേട്ടാ. എന്നെ എയറിലാക്കി കഴിഞ്ഞാൽ ഞാൻ ഡബിൾ എയറിലാക്കി വിടും തിരിച്ച് കേട്ടാ. നിന്റെ തലയൊക്കെ വെട്ടി എൻ്റെ കയ്യിലുണ്ട്. എല്ലാവരും തലയും വെട്ടി ഞാൻ വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം ഞാൻ. അഭിലാഷ്, നീ എന്നെ പറഞ്ഞില്ലേ? അത് നിന്റെ തന്തോട് ചോദിക്കാൻ നല്ലത്. അതാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചാണ്. നീ എനിക്ക് എഴുതി വെച്ചിട്ടില്ലേ? അത് നിന്റെ പൊന്നാര തന്തോട് പോയി ചോദിക്കും. കുഞ്ചുപിള്ളേ, അതാടാ ചത്തില്ലടാ. നീ ചത്തിട്ട് നിന്റെ തലയ്ക്കാമ്പാട്ട് 2 തേങ്ങ ഉടച്ച് വെച്ച്, പിന്നെ ഒരു നിലവിളക്ക് കത്തിച്ച് വെച്ച് 2 തള്ളവരലും കൂടെ കൂട്ടിച്ചേർത്ത് കെട്ടും ചത്ത് കഴിയുമ്പോൾ. ആരുടെ? നിന്റെ തള്ളയുടെ കേട്ടോടാ നായേ. എന്നിട്ട് നീ പാടാ, ഞാൻ ചത്തിട്ട് എൻ്റെ അടിയന്തരം ഉണ്ടോ നിന്നെ ഞാൻ വിളിക്കും. ഞാൻ ചത്ത് കഴിഞ്ഞാൽ നിന്നെ ഞാൻ വിളിക്കൂടാ കേട്ടാ. അവൻ എൻ്റെ അടിയന്തരം ഇഡ്ഡലിയും സാമ്പാറും കഴിക്കാൻ നിൽക്കുകയാണ് അവൻ. ശ്രീദേവി അത് പറഞ്ഞത്. ഭ്രാന്തി തള്ളയ്ക്ക് ഭ്രാന്ത്. അതേടി ശ്രീദേവിയെ, ഞാൻ പറഞ്ഞില്ലേ നിന്റെ തള്ളയ്ക്ക് ഭ്രാന്തുണ്ടെങ്കിലേ ഉള്ളത് പറയുമ്പോൾ ഭ്രാന്തെന്ന് വിളിക്കല്ലേ കേട്ടാ. എനിക്ക് ഭ്രാന്തുണ്ടെങ്കിൽ നിന്റെ തള്ള, നിനക്ക് ജന്മം തന്ന നിന്റെ തള്ള മുഴുഭ്രാന്തി കേട്ടല്ല. ഇങ്ങോട്ട് വാ നീ, അടുത്തതും പറഞ്ഞോണ്ട്. ജജി, ഗീത, പിന്നെന്തെന്നാ
അടുത്ത സെറ്റിൽ വരാം ഞാൻ. ശ്രീലത, പിന്നെ എന്താണ്, ഷീബ, അനിൽകുമാർ, ഇവരൊക്കെ ഞാൻ അടുത്ത ബാച്ചിൽ അടുത്തൊരു ലൈവിൽ ബാക്കിയുള്ളവരെയും കൂടെ കൊണ്ടുവരും. കേട്ടല്ലോ? നിങ്ങൾ എനിക്ക് ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഞാനിപ്പോൾ ഈ സംസാരിച്ച് ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേ നിങ്ങൾ വിചാരിക്കും ഞങ്ങളിതിൻ്റെ ഡബിൾ ഇടടേ. നിങ്ങൾ ഇടും തോറും എനിക്ക് അത്രയും കയറി വരും എൻ്റെ പേജ്. കേട്ടോ? ഞാൻ അന്തസ്സായിട്ട് ജീവിക്കുന്ന ഒരു പെണ്ണുപിള്ളയാണ്. കേട്ടല്ലോ? നിങ്ങൾ വിചാരിക്കുന്ന പോലുള്ള ജീവിതമൊന്നുമല്ല. നിങ്ങൾക്ക് എന്താ അസൂയ? മല്ലികേനെ അറിയണത് പോലെ എന്നെ അതെങ്ങനെ അറിയും? സിനിമയും ഡാൻസും ഒക്കെ രണ്ട് അജഗജാന്തരം വ്യത്യാസമുള്ള രണ്ട് ആർട്ട് ഫോമാണ്. സിനിമയിൽ അറിയണ പോലെ ഒന്നും ഡാൻസുകാരറിയില്ല. പിന്നെ ഇനി നിനക്ക് എന്നെ അറിയണമെന്നുണ്ടെങ്കിൽ നീയൊന്നും എനിക്ക് അഡ്രസ്സ് ഉണ്ടാക്കി തരണ്ട. എനിക്ക് നല്ല അഡ്രസ്സുള്ള ആളാണ്. 40-48 വർഷമായിട്ട് ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. കേട്ടാ? നീയൊക്കെ നമശിവായാന്ന് ഒരു കലയില്ലാത്ത നീ ജനിച്ച് വളർന്ന് നിൻ്റെ താന്തയും തള്ളയും പറഞ്ഞിട്ട് മതി കാര്യം. കേട്ടോ? അപ്പോഴേ ഞാൻ അത്യാവശ്യമായിട്ട് ഈ ലൈവ് വരാൻ വേണ്ടിയിട്ടാണ് വന്നത്. നമ്മുടെ പേഴ്സണലായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ നൃത്തത്തിനെ കുറിച്ചിട്ടുള്ള, നിങ്ങൾ വിചാരിക്കും നൃത്തം ചെയ്യുന്ന ഞാൻ പാടിയിട്ടൊക്കെ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് കുറേ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ടീച്ചർ നന്നായിട്ട് പാടുന്ന ഈ വായ വെച്ച് ടീച്ചർ ഇതുപോലെ അനാവശ്യമൊക്കെ പറഞ്ഞല്ലോ എന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത്. കേട്ടോ? വെരി വെരി സോറി. എനിക്കത് നിങ്ങളോട് പറയാനുള്ളൂ. അടുത്തൊരു ലൈവിൽ കാണുന്നവരെ ഞാൻ വൈൻഡ് ഓഫ് ചെയ്യാണ്. നന്ദി, നമസ്കാരം.